നിങ്ങളുടെ പെട്രോൾ ബിൽ ഇരട്ടിയാകാൻ പോവുകയാണോ? ഗൾഫിലുള്ള നിങ്ങളുടെ ബന്ധുക്കൾ സുരക്ഷിതരാണോ? ലോകം മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ദൂരെയെവിടെയോ നടക്കുന്ന ഒരു വാർത്ത മാത്രമല്ല. ഇതിന്റെ തീപ്പൊരി നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് പൊള്ളിക്കാൻ പോകുന്നു. അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ അറിയേണ്ട കുറച്ചു സുപ്രധാന കാര്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തും. സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുൻപ് എന്തുകൊണ്ടാണ് ഈ പൊട്ടിത്തെറി എന്നൊന്ന് പരിശോധിക്കാം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. എല്ലാം തുടങ്ങിയത് ഒരു വലിയ പ്രകോപനത്തിലാണ്. 2024 ഏപ്രിൽ 1 ഇസ്രായേൽ സിറിയയിലെ ഇറാനിയൻ കോൺസുലേറ്റിൽ ബോംബിട്ടു. ഈ ആക്രമണത്തിൽ ഇറാനിയൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. ഇത് ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി. ഇതിനു മറുപടിയായി 2024 ഏപ്രിലിൽ ഇറാൻ ഇസ്രായേലിന് നേരെ 300-ൽ അധികം ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ട് നേരിട്ടുള്ള ആക്രമണം നടത്തി. ഇവയിൽ ഭൂരിഭാഗവും ഇസ്രായേൽ തകർത്തു. എങ്കിലും ഇസ്രായേൽ ഇറാനിലെ റഡാർ, ആണവ ബന്ധിത സൈറ്റുകൾ, സൈനിക താവളങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് സൈബർ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തി. തുടർന്നങ്ങോട്ട് സംഘർഷം ഒരു നിഴൽ യുദ്ധമായി മാറി. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ചെങ്കടൽ വ്യാപാരപാതകളിൽ ഹൂതികളും ആക്രമണങ്ങൾ ശക്തമാക്കി. പകരം ഇസ്രായേൽ സിറിയയിലും ലെബനനിലും വ്യോമാക്രമണങ്ങൾ വർദ്ധിപ്പിച്ചു. എന്നാൽ യഥാർത്ഥ ഞെട്ടലുണ്ടായത് 2025 ജൂൺ 12-13-നാണ്. ഇസ്രായേൽ റൈസിംഗ് ലയൺ എന്ന് പേരിട്ട ഒരു വലിയ മിന്നൽ ആക്രമണം അഴിച്ചുവിട്ടു. ടെഹ്റാൻ, നദാൻസ്, ഷിറാസ് തുടങ്ങിയ ഇറാനിലെ പ്രധാന നഗരങ്ങളിലെ അണുശക്തി കേന്ദ്രങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, സൈനിക നേതാക്കൾ എന്നിവയായിരുന്നു ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം. ഈ ആക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും അണുശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇറാൻ ആണവായുധ നിർമ്മാണത്തിന് അടുത്തെത്തിയതും മേഖലയിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതും കൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. കൂടാതെ ഭാവിയിലെ ഭീഷണി തടയാനും ഇറാനെ പ്രതിരോധപരമായി ദുർബലമാക്കാനും തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഒന്നിനെയും വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ലോകത്തെ കാണിക്കാനുമുള്ള ഇസ്രായേലിന്റെ നീക്കമായിരുന്നു ഇത്. ഇത് നമ്മൾ ഇന്ത്യക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ശ്രദ്ധിക്കുക, ഇനിയാണ് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നത്. ഈ സംഘർഷം നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഓരോ വാക്കും ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ പോക്കറ്റ് കാലിയാകും. വെറുതെ പറയുന്നതല്ല, ഇനി ഞാൻ കുറച്ചു ലോജിക്കലായി പറയാം. ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ എണ്ണപ്പാതകളെ, അതായത് നമ്മുടെ ജീവരക്തം പേറുന്ന ധമനികളെ അപകടത്തിലാക്കിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ആഗോള എണ്ണവ്യാപാരത്തിന്റെ 30% അഥവാ പ്രതിദിനം 20 ദശലക്ഷം ബാരൽ എണ്ണയും കടന്നുപോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ജീവൻമരണ പ്രശ്നമാണ്. കാരണം നമ്മുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ 60%-ലധികം ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ രാജ്യങ്ങളെല്ലാം എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ഈ ഇടുങ്ങിയ അപകടം നിറഞ്ഞ കടലിടുക്കിലൂടെയാണ്. ഹോർമുസിനടുത്ത് ഒരു സംഘർഷമുണ്ടായാൽ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം പോലെ എണ്ണ വിതരണം നിലയ്ക്കും. വില കുതിച്ചുയരും. ഷിപ്പിംഗ് വൈകും. ഇന്ത്യയിൽ പണപ്പെരുപ്പം ആളിപ്പടരും. ഇത് സാധാരണക്കാരെയും നമ്മുടെ സമ്പദ്വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കും. ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇതിനകം ഹൂതി ആക്രമണങ്ങളാൽ തടസ്സപ്പെട്ടു. എണ്ണ വരവ് കുറഞ്ഞാൽ നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ആകാശത്തേക്ക് കുതിക്കും. നിങ്ങളുടെ യാത്രാ ചിലവുകൾ പെരുകും. ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 മുകളിലാണ്. ഇത് $100 കടന്നാൽ വില 150 വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് വെറും എണ്ണ വിലയുടെ പ്രശ്നം മാത്രമല്ല. ഇന്ധനവില കൂടുമ്പോൾ ചരക്ക് ഗതാഗത ചിലവ് കുത്തനെ ഉയരും. ഇത് പച്ചക്കറി, ഭക്ഷ്യവസ്തുക്കൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയുടെ വില വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും കുടുംബ ബഡ്ജറ്റ് താളം തെറ്റും. നിങ്ങളുടെ കൈയിലെ പണത്തിന് വിലയില്ലാതാകും. പണപ്പെരുപ്പം നിങ്ങളുടെ ജീവിത നിലവാരം ഇല്ലാതാക്കും. അടുത്ത പണി രൂപയുടെ വിലയിടിയും. രൂപയ്ക്കു വില ഇടിഞ്ഞാൽ നമുക്കെന്താന്ന് ചോദിക്കുന്നതിന് മുൻപ് ഒന്ന് നോക്കൂ. ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഡോളറിലാണ്. എണ്ണ വില കൂടുമ്പോൾ നമുക്ക് കൂടുതൽ ഡോളർ വേണ്ടിവരും. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തും. രൂപ ദുർബലമാകുമ്പോൾ മൊത്തത്തിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടും. നിങ്ങളുടെ വാങ്ങൽ ശേഷി കുറയും. അടുത്ത പ്രശ്നം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയുന്നതാണ്. പെട്രോൾ വില നിയന്ത്രിക്കാൻ സർക്കാർ നികുതി കുറച്ചാൽ റോഡുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകൾക്കുള്ള പണം കുറയും. അല്ലെങ്കിൽ ഈ നഷ്ടം നികത്താൻ മറ്റ് നികുതികൾ കൂട്ടേണ്ടിവരും. ആ ഭാരം നിങ്ങളുടെ ചുമലിലായിരിക്കും. അടുത്തത്, നമ്മുടെ രാജ്യത്തിന്റെ വ്യാപാരക്കമ്മി കുത്തനെ ഉയരും. അതായത് എണ്ണ വാങ്ങാൻ നാം കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഇറക്കുമതി വരുമാനത്തേക്കാൾ കൂടും. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഗുരുതരമായി ബാധിക്കും. നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ഓഹരി വിപണിയിൽ നിന്ന് അവർ പണം പിൻവലിക്കുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത് നേടിയ സമ്പാദ്യത്തെ പോലും അപകടത്തിലാക്കിയേക്കാം.
അവസാനമായി ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലിലുമായി 80 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട്. യുദ്ധം കനത്താൽ അവരുടെ ജോലിയും ജീവനും വലിയ അപകടത്തിലാകും. 1990-ലെ കുവൈറ്റ് യുദ്ധകാലത്ത് 1.7 ലക്ഷം ഇന്ത്യക്കാരെ നമ്മൾ ഒഴിപ്പിച്ചത് ഓർക്കണം. സമാനമായ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതൊരു ദുരന്തമായിരിക്കും. ഈ പ്രതിസന്ധിയിൽ ഇന്ത്യ ആരുടെ പക്ഷത്താണ്? ഉത്തരം വളരെ വ്യക്തമാണ്. ആരുടെയും പക്ഷത്തുമില്ല. ഇന്ത്യ സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്നു. നമുക്ക് ഇസ്രായേലുമായും ഇറാനുമായും ഒരുപോലെ ശക്തമായ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് പക്ഷം പിടിക്കാതെ നയതന്ത്രത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ, ലോകം ഒരു മുൾമുനയിലാണ്. ഒരു ചെറിയ തീപ്പൊരി മതി എല്ലാം ആളിക്കത്താൻ. ഈ ആഗോള പ്രതിസന്ധി ഏതോ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന നിലയിൽ തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. ഇറാൻ ഇസ്രായേൽ സംഘർഷം നമ്മളുടെയെല്ലാം ജീവിതത്തെ നേരിട്ട് ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സംഘർഷാവസ്ഥ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ ആഗോള സാമ്പത്തിക മേഖലയിലും ജനജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തും. ഓരോ വീഡിയോയിലൂടെയും നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിവരങ്ങളും ഉൾക്കാഴ്ചയും നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സങ്കീർണമായ ലോകത്തെ ലളിതമായി മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ്. ഞങ്ങളുടെ ഈ ചെറിയ അറിവിന്റെ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ അംഗമാകൂ. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരാം.